ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വിപ്ലവ പാർട്ടി എന്ന പ്രതിച്ഛായയിൽ നിൽക്കുമ്പോഴാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വരുന്നത്. 1948 കൽക്കട്ടയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസ് BD രണദീവയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരുന്നു. ആ പാർട്ടി കോൺഗ്രസ് തന്നെ ജനകീയ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയവും പാസാക്കിയിരുന്നു. കൽക്കത്ത തെസീസ്, രണദിവേ തെസീസ് എന്നെല്ലാം അറിയപ്പെടുന്ന ആ സായുധ വിപ്ലവ സിദ്ധാന്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടിമുടി ആയുധമണിയിച്ചു. 1949 ഫെബ്രുവരിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർമാർ കൽക്കട്ടയിലെ ഡംഡം വിമാനത്താവളം ആക്രമിച്ചു. രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും അക്രമാസക്തമായ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. തൊഴിലാളി സമരങ്ങളെല്ലാം സംഘർഷത്തിൽ കലാശിച്ചു. തെലുങ്കാനയിലാണ് സമരത്തിന് കൃത്യമായ ദിശാബോധമുണ്ടായിരുന്നത്. അവിടെ 2000 ഗ്രാമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജന്മികളിൽ നിന്ന് മോചിപ്പിച്ച് പാർട്ടിയുടെ അധീനതയിലാക്കി. കമ്മ്യൂണിസ്റ്റ് അക്രമത്തിനെതിരെ കേന്ദ്ര സർക്കാർ ധവളപത്രം പുറപ്പെടുവിച്ചു. മദിരാശി ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു. ഫലത്തിൽ ആന്ധ്ര, കർണാടക, മലബാർ എന്നിവിടങ്ങളിൽ നിരോധനമായി. പിന്നാലെ ബംഗാൾ സർക്കാരും ഹൈദരാബാദ് സർക്കാരും തിരുകൊച്ചി സർക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു. രാജ്യത്തെങ്ങും നിരോധനം. നേതാക്കളും പ്രവർത്തകരും ജയിലിലായി. 1950 പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി സായുധ സമരം പരാജയമായിരുന്നു എന്ന് വിലയിരുത്തി. തുടർന്ന് 1951 ഒക്ടോബറിൽ പാർട്ടി കോൺഗ്രസ് തന്ത്രപരമായ സമീപനം സ്വീകരിച്ചു. അങ്ങനെ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അപ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് വന്നിരുന്നു. യോജിക്കാവുന്ന കക്ഷികളുമായി കൂടിച്ചേർന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ സഖ്യത്തിന് 31 MP-മാരുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചവർ മാത്രം 27 പേരുണ്ടായിരുന്നു. രാജ്യത്താകമാനം 193 MLA-മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായി. ലോക്സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ ഗ്രൂപ്പിൻ്റെ നേതാവായി AKG തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതലയാണെങ്കിലും ആ പദവി കേന്ദ്ര സർക്കാർ വകവെച്ചു കൊടുത്തില്ല. പ്രതിപക്ഷമായി അംഗീകരിക്കപ്പെടാൻ 50 MP-മാരെങ്കിലും വേണമെന്നൊരു സിദ്ധാന്തം കോൺഗ്രസ് മുന്നോട്ട് വെച്ചു. അങ്ങനെ AKG പദവിയില്ലാത്ത പ്രതിപക്ഷ നേതാവായി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്.